മാറ്റണം. പൊട്ടാതെ പതുക്കെ തുറന്നെടുക്കാൻ. സ്റ്റാർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 സൈഡിലും വെട്ടാൻ കിട്ടത്തക്ക രീതിയിലുള്ള സ്റ്റാർ നോക്കിയെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഇതിലെ LED കംപ്ലീറ്റ് അങ്ങ് മാറ്റാം. ഈ LED നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കില്ല. ഇതിൽ LED കംപ്ലീറ്റ് മാറ്റി. ഇനി ഇതിൽ കോപ്പർ വയർ കത്തിച്ചത് ഫിറ്റ് ചെയ്യണം. അതിനെ നമ്മൾ കോപ്പർ എടുത്തിട്ടുണ്ട്, കത്തിച്ച് എടുത്തത്. പിന്നെ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതിലെ കരി കംപ്ലീറ്റ് കളയണം, സോൾഡർ നല്ലതായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിനൊരു അഡാപ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട്, ചാർജ് ചെയ്യാൻ വേണ്ടി, ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അത് വയർ വാങ്ങിയിട്ടുണ്ട്. ഒരു 45ഓളം LED എടുത്തിട്ടുണ്ട്. അത് ഒരു സ്റ്റാറിൽ നിന്ന് പൊളിച്ചെടുത്തതാണ്. മൾട്ടി LED ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഇത് കത്തിച്ചെടുത്ത കോപ്പർ വയറാണ്. അതൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ കരി കളഞ്ഞ് വൃത്തിയാണ്, സോൾഡറും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ വൃത്തിയായിട്ട് എടുക്കണം. ഇനി അതിനെ ഇത്തരത്തിൽ ഇതിൽ പിടിപ്പിക്കണം. LED ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആയിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. കോപ്പർ വയർ LED നമ്മൾ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി ഇതിനൊന്ന് ഉറപ്പിക്കാൻ പോകുകയാണ്. ഇതിൽ അതൊന്ന് ചൂടാക്കി ഉറപ്പിക്കാം. ചെറുതായിട്ട് മതി. കോപ്പർ വയർ കൂടി വേണം. ഇത് ഒന്ന് കൊടുത്തിരിക്കുന്നത് LED പോസിറ്റീവ് കൊടുക്കുവാനും അടുത്ത് നെഗറ്റീവ് കൊടുക്കുവാനും വേണ്ടിയിട്ടാണ് 2 എണ്ണം കൊടുക്കുന്നത്. ഇത് തമ്മിൽ തട്ടാതെ വേണം കൊടുക്കാൻ. നോക്കാം. ഇത് എല്ലാം പാരലായിട്ടാണ് ഇതിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. പോസിറ്റീവ് കൊടുക്കാൻ വായിക്കാം. പോസിറ്റീവാണ് ഞാൻ ആദ്യം അതിൽ പിടിപ്പിക്കാൻ പോകുന്നത്.
അടുത്ത നെഗറ്റീവ് ഇതിൽ പിടിപ്പിക്കുക. പോസിറ്റീവ് അതിൽ പിടിപ്പിക്കുക. നെഗറ്റീവ് ഇതെല്ലാം പിടിപ്പിക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള അകലത്തിന് എത്ര LED വേണം. LED ഒന്ന് കുറഞ്ഞു പോയാൽ കൂടിപ്പോയാൽ ഇതൊരു വിഷയമല്ല. സ്റ്റാറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് LED ഫിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മളതിൻ്റെ ഒരേ അളവിനായിരിക്കണം ഇപ്പുറത്ത് ഫിറ്റ് ചെയ്യുന്നത്. കൂടെ ഒരറ്റത്ത് സൈഡിൽ കൂടെ ഉള്ളത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അകത്ത് കൂടി ഒരു വരി കൂടെ ഇങ്ങനെ ഒട്ടിക്കാൻ പോവുകയാണ്. ഇതിലേ കൂടെ കമ്പി എടുത്ത് ഇങ്ങനെ കേട് വരാതിരിക്കാൻ വേണ്ടി ഇതിലൊരു 10 ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസും കൂടി ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. LED കേട് വരാതിരിക്കാൻ വേണ്ടി കൊടുത്ത് വയറുകളെല്ലാം ഷോർട്ടാവാതെ എല്ലാം കൊടുത്ത് ഇനി ഇത് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാം. എല്ലാം നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ LEDകളും കത്തുന്നുണ്ട്. വയ്ക്കാം. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പൈപ്പിൽ ഫിറ്റ് ചെയ്യണം. ബാക്കി സ്വിച്ചുകളെല്ലാം ഫിറ്റ് ചെയ്യണം. അതിനുണ്ട് PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് കട്ട് ചെയ്യാനുണ്ട്. ഈ സെല്ല് ബാറ്ററി ഒട്ടിക്കാനുണ്ട്. ഈ സ്വിച്ച് അഡാപ്റ്റർ ഫിറ്റ് ചെയ്യാനുള്ള ഹോൾഡർ ഇതെല്ലാം ഇതിൽ സെറ്റ് ചെയ്യാനുണ്ട്. വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് സ്വിച്ച് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സോക്കറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വയറുകളുമായി ബന്ധിപ്പിക്കാം. ഒത്തെടുത്ത് പാരലായിട്ട് കണക്ട് ചെയ്യാൻ കഴിയണം. അപ്പോൾ കൂടുതൽ സമയം കിട്ടും. അതിന് ബാറ്ററി നല്ലതായിട്ട് ചുരണ്ടണം, അല്ലാതെ സോൾഡറും പിടിക്കില്ല. ഒട്ടിച്ചിട്ടുണ്ട്. പാരലായിട്ട് കണക്ട് ചെയ്യണം.
ബാറ്ററി പേരലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഈ സോക്കറ്റിൽ നിന്നുള്ള വയറാണിത്. ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇതിൽ സെല്ല് ഒട്ടിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഡയോഡ് കൂടെ ഇതിൽ ഫിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇതിലെ ചാർജറിലേക്ക് തിരിച്ചിറങ്ങാതിരിക്കാം. ബാറ്ററിയിൽ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞു. ചാർജറിൽ നിന്ന് വരുന്ന പോസിറ്റീവ്, അത് ബാറ്ററിയിൽ നിന്ന് കറണ്ട് തിരിച്ച് ചാർജറിലോട്ട് ഇറങ്ങാതിരിക്കാൻ ഒരു ഡയോഡ് കൂടി ഇട്ടിട്ടുണ്ട്. ചാർജിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയറാണ് ഞാനിവിടെ കണക്ട് ചെയ്യുന്നത്. സ്വിച്ചിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ. നിന്ന് വരുന്ന പോസിറ്റീവ് വയറാണ് ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓക്കെ, 3 ചാർജർ ഇതായിരിക്കുന്നത്. ഇതാണ് എൻ്റെ വർക്കിങ്. ഇതിൽ ആവശ്യത്തിന് ചാർജ് ചെയ്താൽ മതി. നിങ്ങളത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഉപയോഗിക്കാം. ഇത് കൊണ്ട് നടന്ന് കരോളിന്, ഇതിനുശേഷം കരോളിന് കാണാം.